സെക്രട്ടറി, മറ്റേ ഈ സ്വർണ്ണപ്പാളിയുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ വീണ്ടും ശക്തമാവുകയാണ്. പിന്നെ അതോടൊപ്പം ഓരോ ദിവസവും ഈ മോഷണത്തിന്റെ പുതിയ കഥകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ജീവനക്കാര് മാത്രമാണ് ഇപ്പം പ്രതികളൊക്കെ പെട്ടിരിക്കുന്നത്. രാഷ്ട്രീയ നേതൃത്വത്തിൽ പങ്കുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സ്വർണ്ണപ്പാളി പൊതുവെ പറഞ്ഞാൽ, ഒരു സത്യസത്യമായി പറഞ്ഞാൽ, കേരളത്തിലുള്ള എല്ലാ ദേവസ്വം ബോർഡ് അമ്പലങ്ങളിലും സമ്പത്തുള്ളവരും എല്ലാം മോഷണമാണ്. ഇല്ലെന്ന് ഇവർക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. ഇവർക്ക് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലാണ്, കൊച്ചിയിലില്ല, കൊച്ചിൻ ദേവസ്വം ബോർഡില്ല, മലബാർ ദേവസ്വം ബോർഡില്ല. ഈ ദേവസ്വം ബോർഡിലുള്ള ഇന്നുള്ള ഭരണ സംവിധാനം ഈ സംവിധാനത്തിൽ പോയാൽ തീർച്ചയായും ചക്കരക്കുടങ്ങളുടെ കൈയിട്ട് നക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ സംവിധാനങ്ങൾ മാറാത്തിടത്തോളം കാലം ഈ ക്ഷേത്രവും നന്നാകില്ല, പരിസരവും നന്നാകില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു, ക്ഷേത്രത്തിനകത്ത് പോലും, ശ്രീകോവിലിനകത്ത് പോലും ശുദ്ധിയുണ്ടോ എന്ന് പരിശോധിച്ചു നോക്ക്. ഈ സംവിധാനം, ഇന്നത്തെ സംവിധാനം മൊത്തം മാറും. വരുമാനത്തിന്റെ പകുതി പോലും യഥാർത്ഥത്തിൽ കണക്ക് വരുന്നുണ്ടോ ഓരോ ക്ഷേത്രങ്ങളിലും, പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും. ഇപ്പൊ തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിന്റെ വൃത്തിഹീനത തന്നെ നിങ്ങളല്ലേ കാണിച്ചത്. ഇത്രയും വൃത്തിഹീനമായിട്ടാണ് കൊട്ടാരക്കര അതും സബ്ജക്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്ത് രീതിയാണ് നടക്കുന്നത്? ഇത് ദൈവത്തിന്റെ കാര്യമില്ല, അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പം ഒരു നിമിത്തമായി കണ്ടെത്തിയുണ്ടല്ലേ അത്യാവശ്യം. ഈ നിമിത്തം എങ്ങനെ ഉണ്ടായി? നിങ്ങളോ ഞാനത് അറിഞ്ഞില്ല. ഈ വിഷയം എങ്ങനെയാണോ നിങ്ങളുടെ മധ്യത്തിലോ അല്ലെങ്കിൽ ഈ അദ്ദേഹം ഹൈക്കോടതിയുടെ മുമ്പിലല്ലേ വന്ന് വീണത്? അതിൽ തന്നെ തുടക്കം എവിടെയാണ്? ഇന്നിരിക്കുന്ന ഭരണക്കാർ തന്നെ ഹൈക്കോടതിയിൽ നിന്ന് നിയമിച്ചിട്ടുള്ള ആ ജഡ്ജിനെ ഒഴിവാക്കിക്കൊണ്ട് അവര് അതിന്റെ ശ്രീകോവിലിന്റെ ഏതാണ്ടൊക്കെ കൊടുത്തുവിട്ടില്ലേ? അത് കൊടുത്തുവിട്ടത് അറിയാതെ കൊടുത്തുവിട്ടപ്പോൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത് ഹൈക്കോടതിക്ക്. സ്വാഭാവികമല്ലേ? ആ ജഡ്ജി അറിയാതെ പോകാൻ പാടില്ലാത്തത് അറിയിക്കാതെ വിട്ടപ്പോൾ അദ്ദേഹം അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലല്ലേ ഹൈക്കോടതി ഇടപെട്ടത്. ഹൈക്കോടതി ഇടപെട്ടപ്പോ അല്ലേ ഇങ്ങനെ ഓരോ സ്വർണ്ണപ്പാളി പല പാളികളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. കഥയായി പലകയായി പലതായി വന്നുകൊണ്ടിരിക്കുന്നത്. ഒരാളുടെ കാലത്താണ്, പലരുടെയും കാലത്ത്, ഇപ്പോഴത്തപ്പോഴും അതിനു മുമ്പുള്ളതും പിന്നെ അതിനു മുമ്പ് ഇരുന്ന പത്തനംതിട്ടക്കാരൻ കാലത്തുള്ളത് ഞാൻ അന്നേ പറഞ്ഞിട്ട് കുഴപ്പക്കാരനാണെന്ന്. പത്മകുമാർ ഭയങ്കര കുഴപ്പക്കാരനാണ്. അപ്പൊ അദ്ദേഹം തന്നെ എന്താണ് ദണ്ടുണ്ടാക്കി അതിനകത്ത് കെട്ടി മക്കളെ കൊടുത്ത് പുറത്ത് കൊണ്ടുപോയി കേട്ടില്ലേ? അപ്പൊ ഞാൻ ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് ഒരുപാടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനാ അയ്യപ്പന്റെ ഒരു മഹാ അത്ഭുതം മാത്രമല്ല, ഒരുപാട് കള്ളന്മാരുടെ കണ്ണികളും ഇങ്ങനെ കിടക്കുകയാണ്. ഇതെല്ലാം കണ്ടുപിടിക്കാനും അതിനൊരു അവസരമുണ്ടായി. ആ അവസരത്തിൽ ഇപ്പൊ ശക്തമായ നടപടി ഹൈക്കോടതി എടുത്തിട്ടുണ്ട്. ഹൈക്കോടതി എടുത്തപ്പോൾ അത് നമ്മൾ ചെറുതായി കാണാൻ കിട്ടുന്നില്ല. ഇവിടെ ഗവൺമെന്റ് ശക്തമായിട്ട് എടുത്തിട്ടുണ്ട്. അതില് ഉപ്പ് വന്നാൽ വെള്ളം കുടിക്കട്ടെ, ആരുടെ കാലത്തായാലും. നമുക്ക് അതിനകത്ത് ഇപ്പോൾ വലിയൊരു ചർച്ചയിലേക്ക് പോകേണ്ടത് ഇപ്പൊ അതിന്റെ പേരിൽ ഇപ്പൊ രാജ്യത്ത് മുഴുവൻ പ്രക്ഷോഭമാണ്. അതിന്റെ രാഷ്ട്രീയമാണ്. ഇതിനൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ രാജ്യത്ത് കിടക്കുന്നത്. ആ പ്രശ്നത്തിനൊക്കെ പ്രാധാന്യം ഈ ശബരിമലയിൽ ഈ പാളിയെടുക്കുന്നതാണ് ആ പ്രശ്നം. അതതിന്റെ ശക്തമായ നടപടി സർക്കാരും ഹൈക്കോടതി എടുത്ത സാഹചര്യത്തില് അതിന്റെ ഗൗരവം നല്ലത്. പക്ഷെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാനൊരു അമ്പലത്തിന്റെ പ്രസിഡന്റായിട്ട് 62 കൊല്ലം എവിടെയൊക്കെ കക്കി എവിടെയൊക്കെ കക്കാനൊക്കെ എന്നുള്ളത് നമുക്കറിയാം. ഇത് പഴുതടച്ച് കൈകാര്യം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകട്ടെ. അഴിമതി പഴുതടച്ച് ഈ കേരളത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും അവിടെയൊന്നും വാങ്ങില്ല. കുറച്ച് പോകണമെങ്കിൽ ഇവിടെ ഏതാണ്ട് 5ഓളം ബോർഡുകളുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡുണ്ട്, കൊച്ചിൻ ദേവസ്വം ബോർഡുണ്ട്, ഗുരുവായൂർ ദേവസ്വം ബോർഡുണ്ട്, കുഴൽമാണിക്കുണ്ട്, ഇങ്ങനെ പല മലബാർ ദേവസ്വം ബോർഡുണ്ട്. ഈ ദേവസ്വം ബോർഡ് 4-5 ഉണ്ടാക്കി കുറെ രാഷ്ട്രീയക്കാർക്ക് ഇരിക്കാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. എല്ലാം ഒഴിവാക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഒരു സീനിയർ IAS കാരനെ സെക്രട്ടറി ആയിട്ട് വെക്കണം. സെക്രട്ടറി ആയിട്ട് വെച്ചിട്ട് രാഷ്ട്രീയക്കാരില്ലാതെ രാഷ്ട്രം ഉണ്ടാകുകയില്ല. രാഷ്ട്രീയക്കാരുടെ ചെയർമാനോ കമ്മിറ്റിയോ, അതായത് കയർ ബോർഡ് പോലെയും സ്പൈസസ് ബോർഡ് പോലെയും ഉള്ള ബോർഡ് കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടില്ല. അതുപോലെ
ആ ബോർഡിനകത്ത് രാഷ്ട്രീയക്കാരിക്കട്ടെ അവരുടെ അഭിപ്രായങ്ങളും അതൊക്കെ കേൾക്കണം. ഈ സെക്രട്ടറി എന്ന് പറഞ്ഞ ആള് അതിന് എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥൻ. ആ സെക്രട്ടറി കൺസേൺഡ് മിനിസ്റ്ററുമായിട്ട് ബന്ധമായി ഉണ്ടായിരിക്കണം, ഗവൺമെന്റുമായിട്ട് ബന്ധമുണ്ടാക്കി ഫയൽ നോക്കിക്കൊണ്ട് പോയാൽ ഈ അഴിമതിയിൽ ഒരുപാട് കുറവ് വരുത്താൻ സാധിക്കും. ഇതങ്ങനെയല്ല, കുറേ രാഷ്ട്രീയക്കാർക്ക് ഇടം കൊടുക്കാൻ ഇടയില്ലാത്തവർക്ക് ഇടം കൊടുക്കുന്ന ഇടമായിട്ട് ഈ ദേവസ്വം ബോർഡുകൾ മാറിയൊക്കോ? ഞാൻ നിഷ്പക്ഷമായിട്ട് പറയുന്നത്, ആരുടെ കാലത്തായാലും നടന്നിട്ടുള്ളതെല്ലാം അങ്ങനെ തന്നെയാണ്. ഈ ഗവൺമെന്റ് കാലത്തായാലും ആരുടെ കാലത്തായാലും ആർക്കാ കൊടുത്തിരിക്കുന്നത്? കുറച്ച് രാഷ്ട്രീയപരമായ അവസരങ്ങൾ ലഭിക്കാത്തവർക്ക് ഒരു അവസരം കൊടുക്കുന്ന ഒരു വേദിയായി അല്ലെങ്കിൽ ഒരു കസേരയായി ദേവസ്വം ബോർഡ് അധപ്പതിച്ചു. അത് മാറണം. ഈ ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിലും ശക്തമായ നടപടി എടുക്കണം. നടപടി എടുത്തോണ്ട് മാത്രമല്ല, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡേ വേണ്ടെന്നേ. ഒരൊറ്റ ബോർഡുണ്ടാക്കി എന്തുകൊണ്ട് നല്ലൊരു IAS കാരനോ വെച്ചുകൂടാ? അതിന് എക്സിക്യൂഷൻ പവറും കൊടുക്കണം, മന്ത്രിക്ക് നേരിട്ട് പവർ അതിന് ഇടപെടാനുള്ള. അതിനൊരു കമ്മിറ്റി ഇവിടെ ഉണ്ടാക്കി ചെയർമാനായിട്ട്. അങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം ഇതിപ്പോ എങ്ങനെയാണ്? ഇവിടെ വൈക്കത്താ പോസ്റ്റിംഗ്, അതിന് എത്ര കിട്ടും എന്നാണ് ആലോചിക്കുന്നത്. അതുപോലെ കൊട്ടാരക്കര, അങ്ങനെ കുറെ പ്രധാന ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ എന്ത് കിട്ടും, എന്ത് മേടിക്കാം എന്ന് കണക്കാക്കി കൊടുക്കുകയും മേടിക്കുകയും ചെയ്ത് കുറച്ച് ആളെ പോസ്റ്റ് ചെയ്താൽ എങ്ങനെയാണ്? അവൻ വരുന്ന വെറുതെ കാണാൻ, അവൻ അതിൻ്റെ അപ്പുറത്ത് അടിക്കാൻ നോക്കും. ഇതെല്ലാം ഈ അഴിമതി രഹിതമായി കുറെയെങ്കിലും നടക്കണമെങ്കിൽ ഇന്നത്തെ ദേവസ്വം ഭരണ സംവിധാനത്തിനുള്ള ബോർഡ് സംവിധാനം അഴിച്ചു പണിയാത്തിടത്തോളം കാലം ഈ അഴിമതി ആര് വന്നാലും ലോകാവസാനം വരെ ഇത് അനുസ്യൂതം നടന്നുകൊണ്ട് തന്നെയായിരിക്കും. കഴിഞ്ഞ ദിവസം G. സുധാകരൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു, അതായത് ഇതിന്റെ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ 2 വർഷത്തിലധികം, കഴിഞ്ഞ മന്ത്രിസഭ കാലത്ത് 2 വർഷം മാത്രമായി ചുരുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർച്ചയായി അവർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു അവസരം ഉണ്ടാകുന്നതാണ് ഈ ഒരു അഴിമതിയിലേക്ക് പോകാനുള്ള ഒരു അവസരം ഒരുക്കുന്നതെന്നാണ്. അങ്ങനെയാണെങ്കിൽ 5 കൊല്ലം ഈ അസംബ്ലിയിൽ തെരഞ്ഞെടുക്കുന്ന 5 കൊല്ലത്തേക്കല്ലേ? അങ്ങനെ തുടർച്ചയായിട്ട് അവരെടുക്കുന്ന അഴിമതി എടുക്കാനുള്ള കാര്യമല്ല, അങ്ങനത്തെ കാര്യമില്ല. കാരണം 2 കൊല്ലം എന്നുള്ളത് കുറവാണെന്ന് എന്റെ അഭിപ്രായം. പഠിക്കാൻ പറ്റില്ല, അവർ കയറി അല്ല, ഞാനൊന്ന് ചർച്ച ചെയ്യാം. ഞങ്ങളുടെ ബോർഡിൽ ക്ഷേത്രത്തിൽ നിന്ന് സാക്ഷ്യക്കാരെ ഒഴിവാക്കണമെന്ന് ഞാൻ പറയല. ഈ രാഷ്ട്രം ഉണ്ടാണെങ്കിൽ രാഷ്ട്രീയക്കാർ വേണമല്ലോ. അപ്പൊ രാഷ്ട്രീയക്കാർക്ക് കൊടുക്കേണ്ടതാണ് ചെയർമാൻ. ഞാനൊരു സാമ്പിള് പറഞ്ഞു, കയർ ബോർഡ്, സ്പൈസസ് ബോർഡ്, ഇങ്ങനെ കുറെ ബോർഡുകൾ ഇന്ത്യയിലുണ്ട്. അവിടെ എല്ലാം എന്താണ്, ബോർഡിന്റെ ചെയർമാൻ ആരാണ്? രാഷ്ട്രീയക്കാരാണ്. തലപ്പത്ത് എക്സിക്യൂഷനും അതിന്റെ ഭരണപരമായ കാര്യങ്ങളിലും എല്ലാം ഇവര് അഡ്വൈസ് പ്രൊഫഷണൽ. ഇവരൊക്കെ വന്നിട്ട് ആർക്ക് ഉത്തരവാദിത്വം? IAS ഉദ്യോഗസ്ഥനാണെങ്കിൽ അവനാ ഒപ്പിടുന്നത്. അവൻ നാളെ പെൻഷൻ മേടിക്കല, അവന് ഭയമുണ്ട്. രാഷ്ട്രീയക്കാരിൽ നിന്ന് എത്ര വോട്ടിട്ട് അവൻ അടുത്ത ടൈം വരുമ്പോ അവൻ പോയി അത് കണ്ടുപിടിച്ചിട്ട് അവന് എന്ത് ചുക്ക് ചെയ്യാനാണ്? ഭയമില്ല. അതിൽ IAS ഉദ്യോഗസ്ഥനാണ്. ആ എക്സിക്യൂഷൻ നിയമം വിട്ടാണ് എങ്കിൽ അയാൾ ആ ഫയൽ എഴുതും, അല്ലെങ്കിൽ നിയമം വിട്ടാണെങ്കിൽ അവൻ ഓർഡർ എഴുതുകയില്ല. ഇതിപ്പോ എന്താ വേണമെങ്കിലും എഴുതും. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ മാത്രം വിചാരിച്ചാൽ ഇത്ര വലിയൊരു അഴിമതി നടക്കും? ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ മാത്രം വിചാരിച്ചാൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ പിന്തുണയില്ലെങ്കിൽ രാഷ്ട്രീയ പിന്തുണ ഇതിനകത്ത് വേണമെന്നില്ല. ബോർഡ് അംഗങ്ങൾ പലരും അറിഞ്ഞിരിക്കണം. രാഷ്ട്രീയക്കാർ, കാരണം ഇതിന്റെ മന്ത്രി ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് കൊടുത്തിട്ടില്ല, ഫുൾ പവർ കൊടുത്തിരിക്കില്ല ബോർഡിന്. മന്ത്രി ചെയ്യണമെന്ന് എവിടെ പറഞ്ഞിരിക്കുന്നു? ബോർഡാണ് മുഴുവൻ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ബോർഡ് മുഴുവൻ അറിയണമെന്നുണ്ടാ? ബോർഡ് പ്രസിഡന്റാണ് ചെയ്യുന്നത്. ആ ബോർഡ് പ്രസിഡന്റ് മുഴുവൻ അറിയണമെന്നുണ്ടോ? ബോർഡ് പ്രസിഡന്റ് അങ്ങനെ ഒരു ഉപകരണമായിട്ടിരിക്കും. ഇവിടെ താഴെ ഇരിക്കല്ലേ ഇത് കാലന്മാർ പലരും, അവർക്കല്ലേ ടെക്നിക്കൽ കാര്യങ്ങൾ അറിയുന്നത്. അവര് അറിഞ്ഞു അത് പറഞ്ഞ് ഇത് ശരി എന്ന് പറയുമ്പോ ഈ ഇരിക്കുന്ന രാഷ്ട്രീയക്കാരനല്ലേ, അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയല്ലേ ശരിയുള്ളൂ. ചിലപ്പോ ഒപ്പിട്ട് കൊടുക്കും, സംഗതി വളർത്തി കിടക്കും. നേരത്തെ തന്നെ ഒരു സജഷൻ വന്നില്ല, അതായത് ഒറ്റ ബോർഡ് ആക്കണമെന്നുള്ളതാണ്. അപ്പം ഈ സംസ്ഥാനത്ത് നേരത്തെ ഇങ്ങനെ നിർദ്ദേശം ഉയർന്നു വന്നത്. അപ്പോ ഈ പല സ്ഥലങ്ങളിലെയും ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ, പ്രത്യേകിച്ച് മലബാറിലെ ക്ഷേത്രങ്ങളുടെ ആചാരമല്ല
തിരുവിതാംകൂർ വരുമ്പോൾ ആ. അങ്ങനെയാണ്. അപ്പൊ അത് നേരത്തെ തന്നെ ഒരു ആളുകൾ അഭിപ്രായ വ്യത്യാസം പറഞ്ഞതാണ്. അപ്പൊ അല്ല, ആചാരാനുഷ്ഠാന വ്യത്യാസം ഉണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ രണ്ടാക്ക്, തിരുക്കൊച്ചിയിൽ ഒന്നാക്ക്, മലബാറിൽ ഒന്നാക്ക്, 2 ബോർഡ് ഉണ്ടാക്ക്, അവിടെ തലപ്പത്തുള്ള ഉദ്യോഗസ്ഥന്മാരേക്ക് അവർ ഒന്നുകൂടെ നന്നായി. കാരണം മറ്റൊരു കാര്യം ആലോചിച്ചു, ഇവിടെ ഏറ്റവും വരുമാനമുള്ള ഇവിടെ 2251 ക്ഷേത്രങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ഉള്ളത്. ആ 1251 അതിന് 51 ക്ഷേത്രം മാത്രമാണ് സ്വയം പര്യാപ്തത. ശ്രീ അയ്യപ്പൻ ഇല്ലെങ്കിൽ 1200 വെള്ളത്തിലാണ്. അതേസമയത്ത് ഈ വെള്ളത്തിൽ കിടക്കാൻ മലബാറില്ല. ശമ്പളം പോലും കൊടുക്കാതെ എത്ര എണ്ണം കിടപ്പുണ്ട്. അതുകൊണ്ട് ഈ ബോർഡ് ഇങ്ങനെ ആക്കുകയാണെങ്കിൽ വരുമാനമുള്ളതും വരുമാനം ഇല്ലാത്തതുമായ പല സ്ഥലങ്ങളുണ്ട്. ഇതെല്ലാം ടാലി ചെയ്ത് പോകും. ഇപ്പൊ മലബാറിൽ കാശ് കൊടുക്കുന്നില്ല. മലബാർ ദേവസ്വം ബോർഡില് ബോർഡുകളുടെ എണ്ണവും കുറയ്ക്കണം. വേണമെങ്കിൽ ഇപ്പൊ ഈ സാങ്കേതികം പറയുന്നത് ബോർഡ് ഇതെല്ലാം വേണ്ട. ഇപ്പൊ 5 ബോർഡ് എന്തിനാ? ഗുരുവായൂർ ദേവസ്വം ബോർഡ് എന്തിന് പറയുമ്പോൾ നിങ്ങൾ എന്നോട് ദേഷ്യം തോന്നുന്നു. ആ പണം എവിടെ കിടക്കും? പ്രത്യുത്പാദനപരമായ വല്ല കാര്യത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടോ? ബാങ്ക് കോടിക്കണക്കിന് ഇട്ടിരിക്കുകയല്ലേ. തെറ്റിദ്ധരിക്കുന്ന കാര്യം അത് ഈ രാജ്യത്തിന്റെ വികസനത്തിന് ഉപയോഗിക്കാൻ പാടില്ലേ? അതുപോലെ ഇനി ഹിന്ദുക്കളുടെ വികസനത്തിനാണെങ്കിൽ ഹിന്ദുക്കളെ ഉപയോഗിക്കാൻ പാടില്ലേ? ആ പൂമുടലുള്ള അമ്പലം ഉണ്ടല്ലോ, ആ അമ്പലത്തിന്റെ പേരെന്താണ്? കൂടൽമാണിക്യം, കാണാമ്പുഴ. കാണാമ്പുഴയും കുരിശ് അവിടെ മുഴുവൻ ആ സൊസൈറ്റിയിൽ ഇരിക്കുക. ആർക്കുള്ള? നിങ്ങൾ ആഴത്തിൽ പഠിക്കണമെങ്കിൽ ഇത് സൊസൈറ്റി, കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇടുകയാണ്. ആര് ഭരണത്തിൽ വന്നാലും ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ്. എന്ത് പറയാനാണ് ഇത്? അവന് ഗുരുവായൂര് കോടാനും കോടി കിടക്കുകയാണ്. ആർക്കെന്ത് പറയാനാണ്? അതിൽ ഇതെല്ലാം കൂടെ ഉണ്ടാക്കണമെങ്കിൽ ഈ വരുമാനമുള്ള ക്ഷേത്രത്തിൽ നിന്ന് കാശെടുത്ത് വരുമാനം ഇല്ലാത്തടത്ത് കൊടുക്കാല്ല. ഇതിന് ഞാൻ പറഞ്ഞൊന്നും നടക്കത്തില്ല. ഇപ്പൊ ചില പ്രത്യേക മാഫിയ സംഘങ്ങളും രാഷ്ട്രീയ കാര്യവും കൂടെ ഇതില്ല. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായ അക്കാര്യം പറയുമ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും ഒന്നാണ്. അവിടെ ഒരു പോറ്റിയുടെ സഹായിയായിട്ട് വന്ന ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇപ്പൊ എല്ലാത്തിലും കുറ്റവാളി എന്ന രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. അയാൾക്ക് ഇത്രയും ഒരു സ്വാതന്ത്ര്യം നമുക്ക് അവിടെ കിട്ടിയത് എങ്ങനെയാണെന്നതാണ്. അയാളെ ആളുകളെ സ്വാധീനിക്കാനുള്ള കഴിവ് അവിടെ എങ്ങനെയാണ് നിങ്ങളൊന്ന് ആലോചിക്കണം. കാശ് മേടിക്കണമെന്ന് വിചാരിക്കണമെങ്കിൽ കാശ് കിട്ടും. നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഭരണക്കാരായാലും ജീവനക്കാരായാലും ട്രോപ്പിയിരിക്കുന്നവർക്ക് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഏലം, ശർക്കര, അവിടെ ടിന്ന്, ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങളിലെല്ലാം സപ്ലൈ അല്ലേ. ഈ സപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ടെൻഡർ ചെയ്ത് ലോവസ്റ്റിനാണ് കൊടുത്തെന്ന് പറയുന്നത്. ലോവസ്റ്റ് ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെഗോഷിയേഷൻ ഉണ്ട്. ആ നെഗോഷിയേഷൻ ഇഷ്ടമുള്ളതിന് കൊടുക്കും. അതിൽ കുറച്ചവനെ മറ്റില്ല 3 പേര് ടെൻഡർ ചെയ്തെങ്കിൽ 3 പേരും നെഗോഷിയേഷൻ ചോദിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞവനേക്കാൾ താല്പം കുറച്ച് മറ്റൊരു കൊടുക്കാൻ പറയാം. അപ്പോൾ ഒന്നും അറിയാതെ കൊണ്ടുപോയി 1 കോടി അവൻ്റെ വീട്ടിൽ കൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരുടെ അത് ചോദിക്കണ്ട. മേടിക്കാത്തവനെ മേടിക്കുന്ന പരുവത്തിലാക്കുന്ന ഒരു സംസ്കാരമാണ് അതിനകത്ത് ഉള്ളത്. പ്രയാർ ഗോപാലകൃഷ്ണൻ അതേ തലയിലൊക്കെ ഇരുന്ന ലാസ്റ്റ് ബോർഡിലാണ് ജയശ്രീ നിയമിക്കാനൊക്കെയാണ്. ജയശ്രീയെ അവരാണ് ഒപ്പിട്ട് കൊടുക്കാനാണ് സെക്രട്ടറി ആയിരിക്കാം. ആരിരുന്ന കാലത്ത് നിയമിച്ചാലും അവരിരുന്ന കാലത്താണ് നിയമിച്ചതെന്ന് നടന്ന ആരുടെ കാലത്താണ്. ആരുടെ കാലത്ത് നടന്ന ആരുടെ കാലത്തിന് അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. ഇതിന്റെ സംവിധാനത്തിൽ അത് നടക്കൂ. ഇപ്പോ തൊട്ട് മുമ്പ് നടന്ന പത്തനാപുരംകാരനാണ്, പത്തനംതിട്ടക്കാരൻ പത്മകുമാർ. അതിനെ പറ്റി എന്തെല്ലാം കുഴപ്പമുണ്ടായി. എടുക്കണാണ് അത് ഞാൻ അങ്ങനെ വൈകുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ട്. ആ തന്ത്രിമാർക്കും അവർക്കെല്ലാം ചുമ്മായിരുന്നു. നീ ശബരിമല തന്ത്രിയായി അല്ലെങ്കിൽ നെറുക്കെടുപ്പിട്ട് എടുത്തിട്ട് അതിൽ ശാന്തി പട്ടം കിട്ടി 1 കൊല്ലം ഇരുന്നു പുറത്തു പോയാൽ അവനെന്ത് കൂടിയാണ് ഉണ്ടാകുന്നത്. ഈ ജനങ്ങളുടെ ഈ ആത്മീയതയല്ല ഒരുപാട് ചൂഷണം ചെയ്യുന്നത്. അയാളെ പിന്നെ എന്താണ് ശബരിമല മേൽശാന്തിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ലോകം മുഴുവൻ നടക്കും. അയാളെ കൊണ്ടു നടക്കുന്ന ആളുണ്ട്.
അപ്പൊ ഞാൻ ഈ ദേശാന്തി ഒരു ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ ബ്രാഹ്മണ ചീത്ത പറഞ്ഞു പറയുന്ന ആളെ നിങ്ങൾ വ്യാഖ്യാനിക്കരുത്. സെക്രട്ടറി എങ്ങനെ പറഞ്ഞതിൽ ബ്രാഹ്മണ സഭയ്ക്ക് ഒരു ഞാൻ അങ്ങനെ ഒരു ബ്രാഹ്മണ സഭയ്ക്ക് അങ്ങനെ അവർ ഒത്തല്ല ഞാൻ പറഞ്ഞത്, എതിരല്ല പറഞ്ഞത്. അങ്ങനെ ഞാൻ പറഞ്ഞു എന്ന് അവർക്ക് തോന്നുന്നെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കാരണം അവരെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറഞ്ഞു അവിടെ വെച്ചിരിക്കുന്ന മുഴുവൻ ബ്രാഹ്മണയായിപ്പോയി ഞാൻ തീർക്കും. അവിടെ നിന്ന് ശാന്തി നടത്തണമെങ്കിൽ മലയാള ബ്രാഹ്മണനായിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ആ മലയാള ബ്രാഹ്മണനാണ് ഒരു കൊല്ലം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ ദേശാടനം നടക്കുകയാണ്. അവർ കാശുണ്ടാക്കുന്നത്. ആ ആത്മീയതയെ പണം കൊടുക്കാൻ ഒരുപാട് ആളുകളുണ്ട്. ഇത് ബ്രാഹ്മണനായിപ്പോയതുകൊണ്ടല്ല, അവർ ശാന്തിയായിപ്പോയതുകൊണ്ടാണ്. അപ്പൊ ആത്മീയതയെ ഒരുപാട് ചൂഷണം ചെയ്യുന്നുണ്ടാണ്. അതിന് രാഷ്ട്രീയക്കാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ വലിയ ആഘോഷമായിട്ട് എല്ലാവരും ഇപ്പോ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ശബരിമല നന്ദിയുടെ പേരിലാണ് സ്വർണ്ണപ്പാളി നോക്ക്. സ്വർണ്ണപ്പാളിയുടെ പേരിൽ എത്ര നഷ്ടം വന്നിട്ടുണ്ട്, എത്ര കോടി. എടാ അതിനേക്കാൾ എത്രയോ പ്രധാനപ്പെട്ട ഇഷ്യൂ നമ്മുടെ കേരളത്തിൽ കിടക്കുന്നു. നിത്യോപയോഗ സാധനങ്ങളിൽ വല്ല കിട്ടുന്നുണ്ട്. കുട്ടനാട്ട് നെല്ലിന് കാശ് കൊടുക്കുന്നുണ്ടാവില്ല. എന്താ മിണ്ടാത്തതാരും? ഇവിടുത്തെ പിന്നെ നമ്മുടെ ഈ നീതി സ്റ്റോറിനൊക്കെ പാറ്റാകറി കിടക്കുക വല്ലതുണ്ടോ സാധനം? ഇതേപ്പറ്റി ആരും ഒന്നും പറയാനില്ല. അപ്പൊ ഇതിനെ ശബരിമല കിട്ടി. ഈ ശബരിമല വിട്ടിട്ട് ഈ രാജ്യത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ച് ശബരിമല ലൈവാക്കി നിർത്തി രാഷ്ട്രീയ ഉദ്ദേശമാണെന്ന് വളരെ പച്ചയായിട്ട് എല്ലാവർക്കും അറിയാം. അതടുത്ത ത്രിതല പഞ്ചായത്ത് വരെ കൊണ്ടു നടക്കാൻ വേറെ വിഷയം കിട്ടിയില്ല. അതിന് എത്ര പാവങ്ങൾ ഇപ്പം തല്ലി മേടിക്കുന്നു കിടന്നു. ഒരു കൗതുകരമായ കാര്യം എന്ന് വെച്ചാല് ഈ സംസ്ഥാനത്ത് UDF വിശ്വാസ സംരക്ഷണ ജാഥ നടത്തും. പക്ഷെ ആദ്യം ഈ സമരങ്ങൾക്ക് ഉണ്ടാക്കുന്ന BJP ഇപ്പം അതൊക്കെ സൈലന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. മറ്റേത് UDFന്റെ ജാഥ ഇപ്പോ എല്ലാ ജില്ലയിലും നടന്നിട്ടുണ്ട്. അപ്പൊ അത് അതിനകത്ത് എന്തോ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോ അതായത് അണ്ടർസ്റ്റാൻഡിങ് എന്തെങ്കിലും ഉണ്ടോ? അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയാമല്ലോ. നമ്മളെല്ലാം അരിയാഹാരം കഴിക്കുന്നവരാണ്. നമുക്കറിയാം ഈ ശബരിമലയുടെ പേരിൽ സമരം നടത്തുന്നവർ ആരായാലും അവർക്ക് രാഷ്ട്രീയ ഉദ്ദേശമാണ്. അല്ലാതെ ശബരിമല നന്നാക്കാനാണെന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്നവർ ആരും വിശ്വസിക്കുന്നവരല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ അരിയാഹാരം കഴിക്കാതെ കഷ്ടപ്പെടുന്ന ദുരിതമനുഭവിക്കുന്ന ദുഃഖമനുഭവിക്കുന്ന ഒരുപാട് അവശത ഈ കാരണത്തിലുണ്ടപ്പോ അവർക്ക് സാധനം ചെയ്യും. അയ്യപ്പ സംഘവും അങ്ങനെ ഒരു രാഷ്ട്രീയമല്ലേ? അയ്യപ്പ സംഘമോ? അയ്യപ്പ സംഘം ഒരു രാഷ്ട്രീയമല്ല. ഈ ഏത് കാര്യത്തിനും രാഷ്ട്രീയ കണ്ണിലൂടെ കാണുന്നത്. അത് ശബരിമലയുടെ ഒരു വികസന പദ്ധതിക്കുള്ള ഒരു രൂപരേഖ തയ്യാറാക്കുന്നതിന് യോഗം. പിന്നെ വെച്ച സ്ഥലം തെറ്റായിപ്പോയി, ഒരു ഭാവനയില്ലാതെ മനുഷ്യന് മാനേജ് ഇല്ലാത്ത പട്ടി കൊണ്ട് സംഗമം വെച്ചാൽ സ്കൂളുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുന്നത് എന്താണ് SNDPയുടെ ആവശ്യത്തിലുള്ള നിലപാട്? പക്ഷെ ഗവൺമെന്റ് കാണിച്ച് തെറ്റായിപ്പോയി. കാരണം NSS വിധി കിട്ടി. ആ NSS വിധി കിട്ടിയെങ്കിൽ ആ NSS കോടതി കിട്ടിയ വിധി അതനുസരിച്ച് ബാക്കിയുള്ളവർക്ക് ഇതുകൊണ്ട് കൊടുത്തില്ല. അത് ബാക്കിയുള്ളവർ ചോദിക്കുന്നത് ശരിയല്ലേ? ഇപ്പൊ എല്ലാ ബിഷപ്പുമാരും കൂടെ ഒന്നിച്ച് കൂടിയപ്പോഴത്തേക്ക് മൂക്കിന് മാവരച്ച പോലെ ഇപ്പൊ കൊടുക്കാൻ സമ്മതിച്ചില്ലേ? ഇതിനേക്കാൾ നല്ല നേരത്തെ അങ്ങോട്ട് കൊടുത്താൽ പോരായിരുന്നു. നമ്മൾ ആ കാര്യത്തിൽ ഗവൺമെന്റിന്റെ നിലപാട് ശരിയായില്ല. അവർ നീതിക്ക് വേണ്ടി NSS കേസ് കൊടുത്തു. ആ പറഞ്ഞ നീതി വേണം കോടതി എന്താണ്. ഭിന്നശേഷിക്കാരുണ്ടെങ്കിൽ അവരുടെ നിയമനത്തിന്റെ പോസ്റ്റ് ഇട്ടിട്ട് നിങ്ങൾ നിയമിച്ചോ അവർക്ക് അപ്രൂവൽ കൊടുക്കണം. അത് ന്യായമായ ഉത്തരവല്ലേ സുപ്രീം കോടതി. ആ നടപ്പിലാക്കാൻ ഈ ഗവൺമെന്റ് ഇനി മാത്രം എന്തിനാണ് നാറാൻ പോയത്? നാറാതെ നനയാതെ അങ്ങോട്ട് നേരത്തെ അങ്ങോട്ട് കൊടുത്താൽ പോരായിരുന്നു. ഇപ്പൊ ബിഷപ്പുകാരെല്ലാം കൂടെ ഒന്നിച്ചു കൂടിയപ്പോ കൊടുക്കാനായില്ലേ? ഞങ്ങൾക്കൊക്കെ വിശപ്പുണ്ട്, ഞങ്ങൾ ഇങ്ങനെ കൂടി ആരെങ്കിലും തരുക മൈൻഡ് ചെയ്യല. സർക്കാരിന് ആ നയം തെറ്റിപ്പോയി. ഒരുപക്ഷെ ഒരുപാട് പോസ്റ്റ് ഉണ്ടായി കാശ് കൊടുക്കേണ്ടി വരുന്നതുകൊണ്ട് ട്രഷറി കാശില്ലാത്തതുകൊണ്ടായിരിക്കാം. സർക്കാർ അതിലൊന്ന് മടിച്ചു നിന്ന ഒരു അബദ്ധമായിരുന്നു. തീർച്ചയായിട്ടും അവർക്ക് മടിച്ചു നിൽക്കാൻ NSS കൊടുത്തപ്പോൾ ബാക്കി മാനേജ്മെന്റ് നിൽക്കുന്നില്ല. NSSനൊക്കെ എത്രയോ എണ്ണം സ്ഥാപനങ്ങൾ ഏതാണ്ട് 7,900 മറ്റുണ്ട് കൃത്യം മാനേജ്മെന്റ്. NSSന് അതിന്റെ പകുതി പോലും ഇല്ല. ഞങ്ങൾക്കാണ് 370 ഉള്ളൂ. അപ്പോൾ ആ മാനേജ്മെന്റിനെ ഒരു കിട്ടിയൊരു വിധി ബാക്കിയുള്ളവർക്ക് ലഭിക്കണമെന്ന് ന്യായമായവർ ആഗ്രഹിച്ചാൽ അത് കൊടുക്കണ്ടേ? അതിന് കൊടുക്കാതെ മുടന്ന ന്യായം പറഞ്ഞ്
ആളുകളെ വെറുപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു, വേണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ജി സുധാകരനെതിരെ ഇപ്പം പാർട്ടിയിൽ നിന്ന് വലിയ വിഷയവും സൈബർ ആക്രമണമൊക്കെ നടക്കും. പ്രതികരിച്ചു പാർട്ടി നടപടിയെടുക്കുന്നതാണ് പാർട്ടി രംഗത്ത് വന്നത്. പാർട്ടി സുധാകരനെ സംരക്ഷിച്ചിട്ടൊന്നുമില്ല. സുധാകരന് വീഴ്ച പറ്റിയ രീതിയിലാണ് ജില്ലാ സെക്രട്ടറി സംസാരിക്കുന്നത്. എനിക്കറിയാം, അതെല്ലാം പാർട്ടി ചർച്ച ചെയ്തവർ അവിടെ അകത്തുള്ള കാര്യങ്ങളില്. ഏതായാലും സുധാകരൻ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി സംക്ഷിപ്തമായ ഒരു രാഷ്ട്രീയത്തിന്റെ ഉടമയാണ്. ഇന്നും കുറെ അധികം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അദ്ദേഹത്തിന്റെ മനസ്സുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ഇപ്പോ പ്രായമായി അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളത് ഏത് തന്നെയാണ്. പക്ഷെ എന്നാൽ തന്നെയും കേരളത്തെ സംബന്ധിച്ച്, ആലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര പെട്ടെന്ന് അവഗണിക്കാൻ ഒക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയല്ല ഈ സുധാകരൻ. പിന്നെ ഒരുപാട് സംവാദങ്ങൾ ഉണ്ടാക്കാതെ ഇതെല്ലാം യോജിച്ച് പോകുന്നതാണ് ഈ ഇലക്ഷൻ മുന്നിൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ ഉത്തമമെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം വളർത്തി കൊടുക്കുന്നവരാണില്ല. നാസറായാലും സജി ചെറിയനായാലും ഞാനിതെല്ലാം തൊട്ടടുത്ത് നിന്ന് കണ്ട് അവരോടൊപ്പം സഞ്ചരിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ അപ്പൊ അവരുടെ വളർച്ച ഉൾക്കൊള്ളാൻ സുധാകരൻ സാഹിബ് തയ്യാറാണ്. അദ്ദേഹത്തിന് പ്രായവും പരിജ്ഞാനവും അവർക്കൂടെ പകർന്നു കൊടുത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ഉപദേശം കൊടുത്ത് കൊണ്ടുപോകാനുള്ള ക്ഷമയും പക്വതയും അദ്ദേഹമാണ്. അദ്ദേഹം ഒരു കറപ്ഷൻ ഇല്ലാത്ത ഒരു ഇവിടെ തന്നെ ഒരു PWD മന്ത്രി ഉണ്ടെന്ന് കേരളം അറിഞ്ഞത് അടുത്ത കാലത്തെങ്കിലും ജി സുധാകരൻ ഉണ്ടായിരുന്നു. വികസനം ഉണ്ടായിരുന്നു. ആ ജി സുധാകരന്റെ ഉദ്യോഗസ്ഥന്മാർക്ക്, അഴിമതി ഉദ്യോഗസ്ഥന്മാർക്ക് പേടിയായിരുന്നു. അതല്ല പിന്നെ അദ്ദേഹത്തിന് ചില കാര്യങ്ങളിൽ ഒഴിവാക്കി എന്നൊക്കെ പറയുന്നു. അവിടെ തൊട്ടായി കഴിഞ്ഞ ദിവസം ഒരു പാലം ഉദ്ഘാടനം നടത്തി അദ്ദേഹത്തെ ഒഴിവാക്കി കുറെ ഒത്തിരി വിഷമമൊക്കെ സ്വാഭാവികമൊക്കെ ഉണ്ടാകാം. അതൊക്കെ പരിഹരിച്ച് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം, ചിന്തകളും ഭാഗവും പാർട്ടിയുടെ അകത്ത് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അതിനകത്ത് ഈ പൂച്ചക്ക് കൊണ്ടുതൂക്കേണ്ട കാര്യമില്ല. എന്നെ കൊണ്ടുള്ള ആളുകൾക്ക് അതിനും പറയാനും ഗണേഷ് കുമാർ SNDP ജനറൽ സെക്രട്ടറിയെ കുറിച്ച് പറഞ്ഞത് ശ്രദ്ധിച്ചിരുന്നു. അതൊന്ന് പറഞ്ഞെന്താ ഗണേശൻ പല പ്രാവശ്യം പറയണമെങ്കിൽ പുണ്യം കിട്ടുമെന്ന് അല്ലേ? ശരിയാണ്. ഏത് ഗണേശൻ? വിഘ്നേശ്വരനായ ഗണേശൻ. അവന്റെ തന്തയാണ് നടേശൻ. ആരാണ്? ആരാണ്? ശിവൻ. അവന്റെ തന്തയാണ്. തന്തക്കിട്ട് പാരവെക്കുന്നതാണ് ഈ ഗണപതി. ഗണപതി ഒരിക്കലും തന്തക്കിട്ട് പാര വെച്ചിട്ടില്ല. തന്തയെ ബഹുമാനിച്ച് ലോകം കീഴ്പ്പെടുത്തുവാൻ പറഞ്ഞപ്പോഴത്തേക്ക് ശിവന് വരം വച്ച് ഞാൻ ലോകം കീഴ്പ്പെടുത്തി എന്ന് പറഞ്ഞതും, സുബ്രഹ്മണ്യൻ ലോകം ചുറ്റാൻ മയിലിന്റെ പുറത്ത് നടന്നപ്പോൾ ഗണേശൻ അച്ഛനും അമ്മയ്ക്കും ചുറ്റി. അപ്പൊ അച്ഛനും അമ്മയ്ക്കിട്ട് പാര വെച്ചവനാണ് ഞാൻ ഈ ഗണേശൻ. അപ്പൊ തന്തക്കിട്ട് പാര വെച്ചവൻ ഈ ഗണേശൻ പറ്റി എന്ത് പറയാനാണ്? തന്തക്കിട്ടും മകനിട്ട് അമ്മയ്ക്കിട്ടും പാര വെച്ച പെങ്ങക്കിട്ടും പാര വെച്ചില്ലേ ഈ ഗണേശൻ? ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഗണേശൻ. വേണ്ട. ഈ മന്ത്രിസഭയും MLAയും ഒക്കെ ആയതിനാണ് ആ സരിതയെ ഉപയോഗിച്ച് കിട്ടിയതിന്റെ പ്രതിഫലം അല്ല ചങ്ങാതി. എല്ലാവർക്കും അറിയല്ല മന്ത്രിസ്ഥാനം എങ്ങനെ കിട്ടി, MLA സ്ഥാനം കിട്ടി. ആ സരിതയുടെ സ്ഥിതി എന്താണ് ഇപ്പൊ? നിങ്ങൾ തിരക്ക് അവിടെ തിരക്കുന്നുണ്ട. എത്ര ശബ്ദിച്ച് കഴിയല്ല. മരുന്ന് മേടിക്കാൻ കാശുണ്ട. അറിയാമോ? പിരിവാർത്ത് എന്തിനാ പിരിവാണ്? ഇയാൾക്ക് കാശ് കൊടുത്തൂടെ? ഇയാൾ വേണ്ട. ഇയാൾ ട്രാൻസ്പോർട്ട് വന്നതല്ലേ? മനസ്സാക്ഷി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസ്പോർട്ട് വേണ്ടി പാരലായിട്ട് ട്രാൻസ്പോർട്ട് നടത്താം. നിങ്ങൾ തിരക്ക് നോക്കിയാൽ എറണാകുളത്തേക്ക് സർവീസ് നടത്തുന്നുണ്ടല്ലോ, ട്രാൻസ്പോർട്ട് സർവീസ്. ആ ബസ് എവിടെയൊക്കെ നിർത്തണം? ട്രാൻസ്പോർട്ട് ഓഫീസിൽ അവരുടെ അവിടെ പോലും കയറി ഇറങ്ങി ആളെടുത്തത് നിയമചട്ടമായിട്ട് ബാധകമല്ല. പേടിയാണ്. ആരും മിണ്ടത്തില്ല. അതാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഗണേശൻ. ഒറിജിനൽ ഗണേശനും ഡ്യൂപ്ലിക്കേറ്റ് ഗണേശനും. ഇത് നടേശനാണ്, ശിവനാണ്. ഈ ശിവന്റെ മകനല്ല അത് വേറെ കണ്ടവനിലുണ്ടായ മകനാണ് ഈ ശിവൻ. ശിവനിലുണ്ടായതാണ്. നിങ്ങൾ തന്നെ എനിക്കൊരു പുല്ലുമില്ലെന്ന്. അത് സാക്ഷാൽ ശിവന്റെതല്ലേ, പുത്രനല്ലേ? ശിവപാർവതിയുടെ പുത്രൻ. ശിവപാർവതിയുടെ പുത്രന്മാരിൽ നിന്ന് ഇങ്ങനെയുള്ള അപശബ്ദം വരത്തില്ല. അല്ലെങ്കിൽ പറയുക ഞാൻ ശിവന്, ഞാൻ ഗണപതിയാണ്, എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ
മോക്ഷം കിട്ടുമെന്ന്. ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ ഈ സൈസ് പമ്പര വിക്ഷിത്വം പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അഹങ്കാരത്തിന് കൈയും കാലും വെച്ച് നിങ്ങൾ ആലോചിക്കും. ട്രാൻസ്പോർട്ട് ജീവനക്കാരോട് ഇത്ര പിന്നെ മോശം വരുഷമായി പെരുമാറുന്ന ആരുണ്ട്? കേട്ട് നിങ്ങൾ ആരും എടുത്തില്ല. ഒരു കുപ്പി അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞ കുപ്പി എടുത്തതിന് അവൻ എന്തെല്ലാം പറഞ്ഞിട്ട് സസ്പെൻഡ് ചെയ്യുന്നു. ഇതിന് രാജവാഴ്ച. സാർ ചക്രവർത്തി പോലും ഇങ്ങനെ പെരുമാറില്ല ആരോടും. സൂടൻ മാടമ്പത്തിന്റെ അപ്പുറം അവരുടെ പാരമ്പര്യമല്ല, മാടമ്പ സ്വഭാവമാണല്ലോ. തൽക്കാലം അത്ര പറഞ്ഞു. ഇനി ബാക്കി പിന്നാലെ ഏകദേശം ഒരു രമ്യതയിലെത്തിയതാണ്. പിന്നീട് മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി അതിനകത്ത് ഒരു അനാവശ്യമായ ഇടപെടൽ നടത്തിയതാണ് ഇപ്പോഴത്തെ വിവാദത്തിൽ. വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടല്ല, പാവം റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് കൊടുത്തപ്പോൾ അതിന്റെ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി അഭിപ്രായം പറഞ്ഞുള്ളൂ. അതിനുശേഷം അദ്ദേഹം തന്നെ പറഞ്ഞില്ല, ഈ അഭിപ്രായമൊക്കെ പറഞ്ഞെങ്കിൽ അവർക്ക് തമ്മിൽ രമ്യമായി തീർന്നുവെങ്കിൽ അത് വളരെ നല്ലത് തന്നെയാണെന്നല്ലേ പറഞ്ഞത്. പിന്നെ നമ്മൾ എന്തിനാണ് വിഷയമാക്കുന്നത്? വാദിക്കും പ്രതിക്കും കേസിലേക്ക് പിന്നെ നമുക്ക് എന്താ കാര്യം? നമുക്ക് തൽക്കാലം നിർത്താം. നന്ദി, നമസ്കാരം.